ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത് ജ്വല്ലറി, കല്യാൺ ജ്വല്ലേഴ്സ്. കനത്ത മഴയിൽ കുരുങ്ങി തൃശൂർ നഗരം. അക്വാട്ടിക് ലൈനിലും മൈലിപ്പാടത്തും വെള്ളക്കെട്ട് ദുരിതം. അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആക്ഷേപം. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിനെ ചൊല്ലി കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പോർവിളികളുമായി ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ. രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾ നിരത്തിൽ ഭീതി പരത്തുന്നു. റോഡ് നിയമ ലംഘനത്തിനെതിരെ TCV ന്യൂസ് ക്യാമ്പയിൻ റെഡ് സിഗ്നൽ. മണലിപ്പുഴയുടെ സംരക്ഷണ പദ്ധതികൾ പെരുവഴിയിൽ. പുഴയെ രക്ഷിക്കാനുള്ള പദ്ധതിയുമായി CPM. ചന്ദ്രപ്പിനിയിൽ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റു നവവധു മരിച്ചു. അപകടം ഇരുമ്പ് തൂട്ടി ഉപയോഗിച്ച് മുരിങ്ങയില പൊട്ടിക്കുന്നതിനിടെ. ഇന്ത്യൻ കോഫി ഹൗസ് മുൻ ഭരണസമിതിക്കെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ്. കാപ്പിക്കുരു വാങ്ങിയതിലും ക്രമക്കേട് നടന്നതായി ആക്ഷേപം. കനത്ത മഴയിൽ കുരുങ്ങി തൃശൂർ നഗരം. അക്വാട്ടിക് ലൈനിലെ 20ഓളം വീടുകളിൽ വെള്ളം കയറി. അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആക്ഷേപം. തൃശൂർ അക്വാട്ടിക് ലൈനിലെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് കനത്ത മഴയിൽ വെള്ളം കയറിയത്. കാനകളുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളപ്പൊക്കത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. വടക്കേച്ചിറയിലെ വെള്ളവും ഈ ബസ് സ്റ്റാൻഡിലുള്ള വെള്ളവും എല്ലാം കൂടി ഈ ഒരു അഴുക്കുചാലാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഭാഗം. ഇവിടെയുള്ള താമസിക്കുന്ന ആൾക്കാർക്കും ഇവിടെയുള്ള ഓഫീസുകളും കെയറിൻ്റെ പേരുള്ള ഓരോരോ ഓഫീസുകളും കംപ്ലീറ്റും വെള്ളത്തിൽ ഇത് പെട്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ സ്വരാജ് റൗണ്ട്, വടക്കേച്ചിറ, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ കാനകളിൽ നിന്നുള്ള വെള്ളം അക്വാട്ടിക് കോംപ്ലക്സിന് സമീപത്തുള്ള അക്വാട്ടിക് ലൈനിലെ കാനയിലേക്ക് തിരിച്ചുവിട്ടതാണ് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയത്. ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യം ഇവിടെ മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുണ്ടായ മഴയിൽ 2 കമ്പ്യൂട്ടർ, പിന്നെ അതിനോടനുബന്ധിച്ച് ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ നശിച്ചുപോയി. ഇവിടെ ചെറുതായിട്ട് കമേഴ്ഷ്യലായിട്ടുള്ള കുറച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇവിടെയൊക്കെ ഉണ്ട്. രാത്രി മഴ പെയ്താൽ വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല, ഇരിക്കാൻ ആകെ പേടിയാണ്. ഇവിടേക്ക് ഓടി വരാനാണ് നമുക്ക് തോന്നുന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ. എല്ലാ പ്രാവശ്യം വെള്ളം ഇങ്ങനെ കയറുക മഴയത്ത്. അകത്ത് കട്ടിലിൻ്റെ മുകളിലും എല്ലായിടത്തും വെള്ളം, കുറേ സാധനം നശിച്ചു പോയി കിടക്കുക. കാന നിറഞ്ഞ പല വീടുകളിലേക്കും വെള്ളത്തിനൊപ്പം മാലിന്യങ്ങളും ഒഴുകിയെത്തി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപും കനത്ത മഴയിൽ അശ്വിനി ആശുപത്രി പരിസരത്തും അക്വാട്ടിക് ലൈനിലും വെള്ളം കയറിയിരുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട വീട്ടുകാർ പരാതിയുമായി കോർപ്പറേഷനെ സമീപിച്ചുവെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാതിരുന്നതാണ് വീണ്ടും വെള്ളക്കെട്ടിന് ഇടയാക്കിയത്. പൂത്തോൾ ഓവർബ്രിഡ്ജിന് സമീപവും കാന നിറഞ്ഞു കവിഞ്ഞ് സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു. മുണ്ടുപാലം അവന്യൂ റോഡിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും മഴയെ തുടർന്ന് രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. TCV തൃശൂർ. മഴക്കാലമായാൽ വെള്ളക്കെട്ട് ഭീഷണിയിലും പകർച്ചവ്യാധി ഭീഷണിയിലും കഴിയുകയാണ് മൈലിപ്പാടം പൈപ്പ് ലൈൻ റോഡ് പ്രദേശത്ത് 250ഓളം കുടുംബങ്ങൾ. വർഷങ്ങളായി തുടരുന്ന ദുരിതത്തിന് പരിഹാരം തേടി സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. മഴയത്ത് നഗരത്തിലെ ഓടയിൽ നിന്ന് ഒഴുകിയെത്തുന്ന സെപ്റ്റിക് മാലിന്യമടക്കമുള്ള മലിനജലം ഒഴുകിപ്പോകാതെ ഇവിടെ തങ്ങി നിൽക്കുന്നതാണ് പരിസരവാസികളെ ആശങ്കാകുലരാക്കുന്നത്. ചെറിയ ഒരു മഴ പെയ്താൽ പോലും ഇവിടത്തെ കാനകൾ നിറഞ്ഞ് സമീപത്തെ വീടുകളിൽ വെള്ളം കയറും. കാനകളിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലം കുറുപ്പാൾ തോട്ടിലേക്ക് ശരിയായി ഒഴുകിപ്പോകാത്തത് വെള്ളക്കെട്ട് രൂക്ഷമാക്കുന്നു. കുറുപ്പാൾ തോടിന് സമീപത്ത് കാനകളിൽ പുല്ല് നിറഞ്ഞ ഒഴുക്ക് തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. കാനകളിൽ കുടിവെള്ള പൈപ്പുകൾ ജലമൊഴുക്കിനെ തടസ്സപ്പെടുത്തും വിധം കൂട്ടിയിട്ടിരിക്കുന്നത് മലിനജലം തങ്ങി നിൽക്കാനും കൊതുകുകൾ പെരുകാനും ഇടയാക്കുന്നു. കാനകൾക്ക് കുറുകെ വീടുകളിലേക്ക് കുടിവെള്ള പൈപ്പ് ഇട്ടിരിക്കുന്നത് മൂലം ഇവിടെ മാലിന്യങ്ങൾ തങ്ങി നിൽക്കുന്നത് പലപ്പോഴും വീടുകളിലേക്ക് വലിയ തോതിൽ മലിനജലം കയറാൻ ഇടയാക്കുന്നുണ്ട്. വർഷങ്ങളായി തുടരുന്ന ദുരിതം തീർക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നില്ലെന്ന് നാട്ടുകാരനായ PD ജോൺ പറയുന്നു. ഒരു അരമണിക്കൂർ മഴ പെയ്ത് കഴിഞ്ഞാൽ 10-200 വീടുകൾ വെള്ളത്തിനടിയിലാവും. പിന്നെ അത് മാത്രമല്ല, ഈ കാനകളുടെ വീതി കുറച്ച് കൂട്ടണം. പിന്നെ കാനകളുടെ അടിയിൽ പോയിട്ടുള്ള പൈപ്പുകൾ, മറ്റേ വീടുകളിലേക്ക് പോയിട്ടുള്ള കേബിളുകൾ, കണക്ഷൻ, മറ്റേ വാട്ടർ ലൈനുകളുണ്ട്, അതൊക്കെ മാറ്റം ചെയ്യിക്കാനുള്ള ഒരു സജ്ജീകരണം നമ്മുടെ ഇവിടെ നടന്നിട്ടില്ല. നമ്മുടെ ഈ മൈലിപ്പാടത്തിൻ്റെ ശാപം തന്നെയാണ് ഈ വെള്ളക്കെട്ട്. അതിനു വേണ്ടിയിട്ട് പല പരിപാടികളും ചെയ്തു. പക്ഷേ ശരിക്കുള്ള പരിപാടികൾ ഈ അധികൃതർ ചെയ്തിട്ടില്ല. ചെമ്പുകാവ് കിഴക്കമ്പാട്ടുകര ഡിവിഷനിലുള്ളവരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്.
ഇതിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം. മലമ്പനിയടക്കമുള്ള മാരക രോഗങ്ങൾ പിടിപെടുമോ എന്ന ആശങ്കയിലാണ് ഇവർ. മഴ പെയ്താൽ വാഹനങ്ങൾ പോലും വീടിന് പുറത്തിറക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിനെ ചൊല്ലി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. BJP കൗൺസിലർമാരുടെ കുത്തിയിരിപ്പ് സമരത്തിനും പ്രതിപക്ഷ ഭരണപക്ഷ കൗൺസിലർമാരുടെ പോർവിളികൾക്കും കൗൺസിൽ യോഗം വേദിയായി മാറി. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം കാണണമെന്നും കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കണ്ണംകുളങ്ങര റോഡ് പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ചതിനെ തുടർന്ന് യാത്രാ ദുരിതമായെന്നാരോപിച്ച് BJP കൗൺസിലർ വിൻഷി അരുൺകുമാറും ഡിവിഷനിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർ V രാവുണ്ണിയും നടുത്തളത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അമൃത് പദ്ധതി ഇടതുപക്ഷവും BJPയും വീതിച്ചെടുത്തുവെന്നും വികൃതമാക്കിയെന്നും പ്രതിപക്ഷം ആരോപണമുയർത്തി. പല ഡിവിഷനുകളിലും തുക അനുവദിച്ചിട്ടില്ലെന്നിരിക്കെ മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ണംകുളത്തിയുടെ ഡിവിഷനിലേക്ക് 2 കോടി അനുവദിച്ചത് ഭരണകക്ഷിയിൽ സ്വാധീനമുള്ളവർക്ക് കൂടുതൽ തുക കൊടുത്തതിന് തെളിവാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അമൃത് പദ്ധതിക്ക് മോണിറ്ററിംഗ് വേണമെന്ന പ്രതിപക്ഷ ആവശ്യം ഭരണപക്ഷം അംഗീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷനിൽ 269 കോടിയുടെ വികസന പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത് നഗരത്തിന് ആശ്വാസമാണെന്ന് ഭരണപ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. നഗരത്തിലേക്ക് പീച്ചിയിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുവരുന്നതിനുള്ള ഒരു പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ ഭരണപക്ഷത്തെ P കൃഷ്ണൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷീബ ബാബു എന്നിവർ കടുത്ത നിലപാടെടുത്തു. കിഴക്കേക്കോട്ട ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് തെക്ക് കിഴക്കേ മൂലയിൽ 2.25 സെന്റ് സ്ഥലം ഏറ്റെടുത്തതിന് കോടതി വിധി അനുസരിച്ച് 1 സെന്റിന് 17.5 ലക്ഷം രൂപ നിരക്കിൽ നഷ്ടപരിഹാരം നൽകാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ സ്ഥലമുടമ റോസമ്മ പോൾ കോടതിയലക്ഷ്യ ഹർജി നൽകിയിരുന്നു. തഹസിൽദാർ 8.5 ലക്ഷം രൂപ വില നിശ്ചയിച്ചിട്ടും 9 ലക്ഷം അധികം നൽകി 17,50,000 രൂപ വില നിശ്ചയിച്ച മുൻ മേയർ രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അഴിമതിയാണ് നടത്തിയതെന്നും ഇത് മുൻ കൗൺസിലിന്റെയും മുൻ സെക്രട്ടറിയുടെയും കയ്യിൽ നിന്ന് ഈടാക്കണമെന്നും ഭരണപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിൽ അഴിമതിയില്ലെന്നും ജില്ലാ കളക്ടറാണ് വില നിശ്ചയിച്ചതെന്നും ഭരണപക്ഷവും ആരോപിച്ചു. ഏറെ നേരം ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ ഭരണപക്ഷ വാഗ്വാദങ്ങൾ അരങ്ങേറി. മുൻ മേയർ രാജൻ ജെ പല്ലന്റെ തലയിൽ ഇത് കെട്ടിവെക്കേണ്ട ആവശ്യമില്ലെന്നും എന്നാൽ ഈ കൗൺസിലിന് ബാധ്യത വരാത്ത നിലയിൽ നടപടിയെടുക്കണമെന്നും വർഗീസ് കണ്ടംകുളത്തി ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. നമുക്ക് റോഡ് നിയമങ്ങൾ ഏറെയുണ്ട്. നിയമങ്ങൾ നടപ്പാക്കാൻ ഒരു വകുപ്പുമുണ്ട്. പക്ഷേ റോഡിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ? TCVയുടെ പരമ്പര ആരംഭിക്കുന്നു. റെഡ് സിഗ്നൽ. രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങളുടെ എണ്ണം നിരത്തിൽ വർദ്ധിക്കുന്നു. ബൈക്കുകളും കാറുകളുമാണ് രൂപമാറ്റം വരുത്തുന്നതിൽ മുന്നിലുള്ളത്. സാധാരണ കാറിൽ രൂപമാറ്റം വരുത്തി ലംബോർഗിനിയുടെ കോടികൾ വിലയുള്ള സെസ്റ്റോ എലമെന്റോ എന്ന കാർ പോലെയാക്കി മലപ്പുറം വണ്ടൂരുള്ള സഹോദരങ്ങൾ നാട്ടുകാരെ പറ്റിച്ചത് 3 വർഷം മുമ്പാണ്. മുഖം മാറുന്ന കാറുകളും ബൈക്കുകളും നിരത്തിലെ സ്ഥിരം കാഴ്ചയാണിപ്പോൾ. രൂപമാറ്റത്തിന് കൂടുതലും വിധേയമാകുന്നത് ബൈക്കുകളാണ്. ഹാൻഡിൽ ബാർ മുതൽ സൈലൻസർ വരെ മാറ്റുന്നു. എൻഫീൽഡിനെ ഹാർലി ഡേവിഡ്സൺ മോഡലാക്കി മാറ്റിയവരുമുണ്ട്. രൂപമാറ്റം വരുത്തിയ കാറുടമകൾക്ക് കൂട്ടായ്മ പോലുമുണ്ട്. വാഹനങ്ങളിലെ രൂപമാറ്റം അനുവദനീയമല്ലെന്ന നിയമവശം പോലും പലർക്കും അറിയില്ല. പഴയ വാഹനങ്ങൾ മാത്രമല്ല, പുതിയ വാഹനങ്ങളും രൂപമാറ്റം വരുത്തുന്നവയിൽ പെടുന്നു. ഇതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകളുമുണ്ട്. നിയമപ്രകാരം വാഹനങ്ങളുടെ നിറം മാറ്റാൻ പോലും RTOയുടെ അനുമതി വേണം. നിറം മാറ്റിയാൽ വാഹന രജിസ്ട്രേഷൻ രേഖയിലും മാറ്റം വരുത്തണം. ചില നിറങ്ങൾ വാഹനങ്ങൾക്ക് നൽകുന്നതിലും വിലക്കുണ്ട്. നിയമം ലംഘിച്ച് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് അധികാരമുണ്ട്. ഇത്തരം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനും സാധിക്കും. ഇതൊന്നും അറിയാതെ വാഹനങ്ങൾ രൂപമാറ്റം വരുത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ബൈക്കുകളുടെ ഹാൻഡിൽ ബാർ മാറ്റുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുകയാണെന്ന വസ്തുതയും പലർക്കും അറിയില്ല. വാഹനങ്ങളിൽ രാജ്യങ്ങളുടെ ദേശീയ ചിഹ്നം പതിക്കുന്നതും നിയമവിരുദ്ധമാണ്. അശ്ലീല ചുവയുള്ള വാചകങ്ങളും വെല്ലുവിളികളും വാഹനങ്ങളിൽ എഴുതുന്നവരുണ്ട്. ചിലർ അറിഞ്ഞു തന്നെയാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നതും. TCV, തൃശൂർ. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്.
മണലിപ്പുഴയ്ക്ക് സംരക്ഷണം ഒരുക്കാൻ നടപ്പിലാക്കിയ 2 പദ്ധതികളും പാളി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തിയ പദ്ധതികൾ പരാജയപ്പെട്ടതോടെ മൂന്നാം ഊഴത്തിൽ പുഴയെ രക്ഷിക്കാൻ CPM രംഗത്ത്. മുളവെച്ച് പുഴയോരം സംരക്ഷിക്കുന്നതിന് നടപ്പാക്കിയ ആദ്യഘട്ടത്തിനും സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ രണ്ടാം ഘട്ടത്തിനും ശേഷം മണലിക്കൊരു തണൽ എന്ന പേരിൽ മൂന്നാം വട്ട പുഴ സംരക്ഷണ യജ്ഞത്തിനാണ് കളമൊരുങ്ങുന്നത്. മൂന്നാം ശ്രമത്തിൽ യജ്ഞത്തിന് CPM നേരിട്ട് നേതൃത്വം നൽകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മണലി പുഴ സംരക്ഷണം പാർട്ടി നേരിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. CPM തൃക്കൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലിക്കൊരു തണൽ എന്ന പേരിലാണ് സംരക്ഷണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഏരിയയിലെ 8 മേഖലകളുടെ കീഴിലാണ് പരിപാടി നടത്തുന്നത്. പുത്തൂർ മുതൽ പാലക്കടവ് വരെ 8 ഇടങ്ങളിലായി 35,000 വൃക്ഷത്തൈകൾ നടും. തൈകളുടെ സംരക്ഷണവും പരിപാലനവും അതാതു മേഖലയിൽ പാർട്ടിയുടെ മേൽനോട്ടത്തിൽ നടത്തും. തുടർ പ്രവർത്തനമായിട്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. മണലിപ്പുഴ സംരക്ഷണം മൂന്നാം ഊഴത്തിൽ വിജയകരമാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ബുധനാഴ്ച രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഏറെ പ്രാധാന്യത്തോടെ CPM പുഴ സംരക്ഷണവുമായി മുന്നോട്ടു പോകുമ്പോഴും മറുവശത്ത് പ്രതിഷേധങ്ങൾക്കും മൂർച്ചയേറുകയാണ്. വർഷങ്ങളായി നെന്മണിക്കര പഞ്ചായത്ത് ഭരിക്കുന്ന CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് പുഴ സംരക്ഷണ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെന്ന ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. പുഴയിലേക്കുള്ള മാലിന്യത്തിന്റെ ഒഴുക്കിന് തടയിടാൻ കഴിയാത്തിടത്തോളം കാലം പുഴ സംരക്ഷണമെന്ന് പറഞ്ഞു നടത്തുന്ന പദ്ധതികൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. TCV ന്യൂസ്, പുതുക്കാട്. വീടിന്റെ ടെറസിൽ നിന്ന് ഇരുമ്പ് തൂട്ടി ഉപയോഗിച്ച് മുരിങ്ങയില പൊട്ടിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് നവവധു മരിച്ചു. ചന്ദ്രാപ്പിന്നി ഹലുവത്തെരുവിൽ പടിഞ്ഞാറ്റയിൽ സജിലിന്റെ ഭാര്യ 20 വയസ്സുള്ള അശ്വതിയാണ് മരിച്ചത്. രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. ടെറസിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മുരിങ്ങയില അരിവാൾ തൂട്ടി ഉപയോഗിച്ച് പൊട്ടിക്കുന്നതിനിടെ തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. താഴെ നിന്നിരുന്ന ഭർത്തൃമാതാവ് ത്രിവേണിയാണ് അശ്വതിക്ക് ഷോക്കേൽക്കുന്നത് കണ്ടത്. ത്രിവേണിയുടെ കരച്ചിൽ കേട്ട് അയൽവാസികളും നാട്ടുകാരും ഓടിയെത്തി ഫ്യൂസ് ഊരിമാറ്റിയ ശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 6 മാസം മുൻപാണ് അശ്വതിയും സജിലും തമ്മിലുള്ള വിവാഹം നടന്നത്. സജിൽ വിദേശത്താണ്. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യൻ കോഫി ഹൌസിലെ അഴിമതി ആരോപണത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതികൾക്കെതിരെയാണ് അന്വേഷണത്തിന് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിലും കൊരട്ടിയിലും ആരംഭിച്ച ഇന്ത്യൻ കോഫി ഹൌസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുത്തതിലും ഫർണിച്ചർ, കാപ്പിക്കുരു എന്നിവ വാങ്ങിയതിലും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാരോപിച്ച് നൽകിയ ഹർജിയിലാണ് അന്വേഷണം. കോഫി ബോർഡ് വർക്കേഴ്സ് സഹകരണ സംഘം മെമ്പറായ KS സഞ്ജു, അഡ്വക്കേറ്റ് ഷഹീർ അഹമ്മദ് മുഖാന്തരം നൽകിയ ഹർജിയിലാണ് തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കോഫി ബോർഡ് മുൻ പ്രസിഡന്റ് ES ജോജി, നിലവിലെ പ്രസിഡന്റ് PR കൃഷ്ണപ്രസാദ്, ബോർഡ് മെമ്പർമാരായ SS അനിൽകുമാർ, KK രാജീവ് എന്നിവർ ഉൾപ്പെടെ കഴിഞ്ഞ ഭരണസമിതിയിലെ 10 ബോർഡ് അംഗങ്ങളും KSRTC സിവിൽ ആൻഡ് പ്രോജക്ട് വിഭാഗം ചീഫ് എഞ്ചിനീയർ R ഇന്ദു, കോൺട്രാക്ടർ തോമസ് ചാക്കോ, കൊരട്ടി പഞ്ചായത്ത് സെക്രട്ടറി KV ജോണി എന്നിവർക്കെതിരെയാണ് അന്വേഷണം. തൃശൂർ KSRTC കുളശ്ശേരി റോഡിന് ശാപമോക്ഷമാകുന്നു. ടാറിംഗ് തകർന്ന് ചെളിക്കുണ്ടായ റോഡിൽ സിമന്റ് ടൈൽ വിരിക്കാൻ നടപടി തുടങ്ങി. KSRTC ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് പോകുന്ന റോഡാണ് ടൈൽ വിരിക്കുന്നത്. കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അനുവദിച്ച 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കുന്നത്. 20 ദിവസം കൊണ്ട് നവീകരണം പൂർത്തീകരിച്ച് റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. റോഡ് ആരുടേതെന്ന കോർപ്പറേഷനും KSRTCയും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് അറ്റകുറ്റപ്പണി നീണ്ടുപോയത്. പാതയുടെ ശോചനീയാവസ്ഥയ്ക്ക് 15 വർഷത്തോളം പഴക്കമുണ്ട്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുളശ്ശേരി റോഡ് അടച്ചു. കനത്ത മഴയിലും കാറ്റിലും കുറുക്കഞ്ചേരിയിലെ ഉബുനു ബേക്കറിയുടെ പുറം ചുമര് ഇടിഞ്ഞു വീണു. 50 വർഷത്തോളം പഴക്കമുള്ള മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച ചുമരാണ് ഇടിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. കനത്ത മഴയെ തുടർന്ന് മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്ന് മിഷൻ ക്വാർട്ടേഴ്സിലേക്കുള്ള മുണ്ടുപാലം റോഡ് വെള്ളത്തിൽ മുങ്ങി. ചെറിയ മഴയിലും വെള്ളക്കെട്ട് ഉണ്ടാകാറുള്ള ഈ റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുഷ്കരമായി. വായനയുടെ പ്രസക്തി വിളിച്ചോതി വായനാ ദിനം ആചരിച്ച് മലയാളികൾ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിസ്ഥാനമിട്ട PN പണിക്കരുടെ ചരമദിനമാണ് മലയാളികൾ വായനാ ദിനമായി ആചരിക്കുന്നത്. തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്. കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാകരുതെന്നായിരുന്നു ആ ഭാഷാസ്നേഹിയുടെ ആഗ്രഹം. വായന എന്നത് ഒരു അനുഭവം മാത്രമല്ല,
ഒരു സംസ്കാരത്തിന്റെ പ്രതീകം കൂടിയാണ്. വായനയിലൂടെ വളർത്തുന്നത് നമ്മുടെ സംസ്കാരത്തെ തന്നെയാണ്. നാം അക്ഷരങ്ങളുടെ ലോകത്തേക്ക് യാത്ര പോകുമ്പോൾ വിജ്ഞാനത്തിന്റെയും വൈവിധ്യത്തിന്റെയും വാതായനങ്ങൾ തുറക്കുന്ന സംസ്കാരത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. അങ്ങനെ വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. താളിയോലകളിൽ തുടങ്ങി കടലാസിൽ നിന്ന് മോണിറ്ററിലേക്ക് വഴിമാറിയിരിക്കുകയാണ് നമ്മുടെ വായനാ സംസ്കാരം. ആധുനിക കാലഘട്ടത്തിൽ പുത്തൻ സാങ്കേതിക വിദ്യകൾ വായനയുടെ പുതിയ വാതിലുകളാണ് നമുക്ക് തുറന്നു തരുന്നത്. ഇന്റർനെറ്റിന്റെ തരംഗം നമ്മുടെ വായനയെ ഒരിക്കലും തഴയുന്നില്ലെങ്കിലും പുസ്തക വായനയുടെ സുഖം ഈ വായനയിലൂടെ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. വരുംകാല സാങ്കേതിക വിദ്യകൾ നമ്മുടെ വായനയെ ഏതു തരത്തിലെത്തിക്കുമെന്നത് പ്രവചനാതീതമാണെങ്കിലും പുതിയ തലമുറയുടെ സംസ്കാര സമ്പന്നതയ്ക്ക് പ്രചോദനമാകുന്ന രീതിയിൽ വായനയെ പരിപോഷിപ്പിക്കാൻ ഈ വായനാ ദിനം പ്രചോദനമാകട്ടെ. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. വാർത്തകളിലേക്ക്. അനീതിക്കും അധർമ്മത്തിനുമെതിരെ പ്രതികരിക്കാനുള്ള ധീരത യുവതലമുറ കാട്ടണമെന്ന് സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് സിറിയക് ജോസഫ്. മണപ്പുറം ഗ്രൂപ്പ് ഏർപ്പെടുത്തിയ VC പത്മനാഭൻ സ്മാരക പുരസ്കാര സമർപ്പണം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 ലക്ഷം രൂപയുടെ കൂട്ടും 1 കോടി രൂപയുടെ വാച്ചും ധരിക്കുമ്പോഴാണ് പണം ചെലവഴിക്കുന്നതിലെ അധാർമികത പ്രകടമാകുന്നതെന്നും സിറിയക് ജോസഫ് പറഞ്ഞു. ഗായകൻ പത്മഭൂഷൺ ഡോക്ടർ SP ബാലസുബ്രഹ്മണ്യം, ഒളിമ്പിക്സ് മെഡൽ ജേതാവ് പത്മഭൂഷൺ മേരി കോം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് MD വിജയ് കുര്യൻ എന്നിവർ ജസ്റ്റിസ് സിറിയക് ജോസഫിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. മണപ്പുറം ഫിനാൻസ് MDയും CEOയുമായ VP നന്ദകുമാർ അധ്യക്ഷനായിരുന്നു. SBIയിലെ മുൻ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ മുഖ്യപ്രഭാഷണം നടത്തി. കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് M രാമചന്ദ്രൻ, മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ BN രവീന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഉല്ലൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. കുടിവെള്ള വിതരണ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉച്ചവരെ കടകളടച്ച് ഹർത്താൽ ആചരിച്ചു. വെട്ടിപ്പൊളിച്ച റോഡ് ഉടൻ ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ക്രിസ്റ്റഫർ നഗർ മുതൽ ഒല്ലൂർ ഓവർബ്രിഡ്ജ് വരെ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന ധർണ DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ജോസഫ് ടാജറ്റ്, ജെജു സെബാസ്റ്റ്യൻ, സനോജ് കാട്ടൂക്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. മാനസികാസ്വാസ്ഥ്യമുള്ള വിദ്യാസമ്പന്നരായ സഹോദരങ്ങൾക്ക് സൗജന്യ ഭക്ഷണം മുടക്കമില്ലാതെ നൽകാനും ചികിത്സ ഉറപ്പാക്കാനും ജില്ലാ കളക്ടർക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് നൽകി. തൃശൂർ പാലസ് റോഡിലെ അന്തേവാസികളായ സഹോദരങ്ങളുടെ പരാധീനതകൾ പരിഹരിക്കാനാണ് കമ്മീഷൻ അംഗം K മോഹൻകുമാറിന്റെ ഉത്തരവ്. അവ്യക്തമായ ഭാഷയിൽ സഹോദരന്മാർ കമ്മീഷൻ എഴുതിയ കത്താണ് അന്വേഷണങ്ങൾക്ക് വഴിതെളിച്ചത്. കമ്മീഷൻ ജില്ലാ സാമൂഹികനീതി ഓഫീസറെ നിയോഗിച്ച് അന്വേഷണം നടത്തിയിരുന്നു. പരാതിക്കാരന്റെ കുടുംബത്തിന് അർഹതപ്പെട്ട പെൻഷനും സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും ജില്ലാ കളക്ടർ അനുവദിക്കണം. സഹായങ്ങൾ നൽകാൻ നിർദ്ദേശിക്കപ്പെട്ട വടക്കാഞ്ചേരി നഗരസഭയ്ക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ഉത്തരവ് ജില്ലാ കളക്ടർ നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ മുൻ നഗരസഭാ ചെയർമാനും CPI നേതാവുമായ PA ഗോപി നിര്യാതനായി. 72 വയസ്സായിരുന്നു. 4 പതിറ്റാണ്ട് കാലത്തോളം നഗരസഭാ കൌൺസിലറായിരുന്ന PA ഗോപി 15-ാം വയസ്സിലാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. തൊഴിലാളി സംഘടനയുടെ പാർട്ടി നേതൃത്വത്തിലെത്തിയ ഇദ്ദേഹം നഗരസഭാ വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ 9:30 നഗരസഭാ ഓഫീസിന് മുൻപിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം 11 മണിക്ക് ചാപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ഒരു ഇടവേള കൂടി. വാർത്തകളിൽ ഇനി സോക്കർ പൂരം. ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളുടെ ഫ്ലക്സിനൊപ്പം ഇടം പിടിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിലെ ഗോൾ മെഷീൻ സുനിൽ ഛേത്രി. സൂപ്പർ താരം മെസ്സിയുടെ ഗോൾ നേട്ടത്തിന് സമാനമായ പ്രകടനമാണ് ഈ ഇന്ത്യൻ താരത്തെ ആരാധകരുടെ ഇഷ്ടതാരമാക്കുന്നത്. സ്വന്തം രാജ്യത്തിനു വേണ്ടി ഗോൾ നേട്ടം കുറിച്ചവരിൽ സാക്ഷാൽ ലയണൽ മെസ്സിക്കൊപ്പം സ്ഥാനം പിടിച്ച സുനിൽ ഛേത്രിയുടെ ഫ്ലെക്സുകളും ചുമർചിത്രങ്ങളും ഫുട്ബോൾ ആരാധകർ ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം പ്രതിഷ്ഠിക്കുകയാണ്.
മെസ്സി 124 മത്സരങ്ങളിൽ 64 ഗോളുകളാണ് രാജ്യത്തിനു വേണ്ടി കുറിച്ചതെങ്കിൽ സുനിൽ ഛേത്രി 101 മത്സരങ്ങളിൽ നിന്നാണ് 64 ഗോളുകൾ കരസ്ഥമാക്കിയത്. ഇന്ത്യൻ ടീം ക്യാപ്റ്റനായ സുനിൽ ഛേത്രി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബാംഗ്ലൂർ FC ക്ലബിന്റെ സ്ട്രൈക്കറാണ്. ആന്ധ്രയിലെ സെക്കന്ദരാബാദിൽ നിന്നുള്ള ഈ താരം മോഹൻ ബഗാൻ ക്ലബിലൂടെയാണ് കഴിവ് തെളിയിച്ചത്. സുനിൽ ഛേത്രിയുടെ പിതാവ് KB ഛേത്രി ഇന്ത്യൻ ആർമിയിലെ ഫുട്ബോൾ താരമായിരുന്നു. അമ്മ സുശീല ഛേത്രിയും അവരുടെ ഇരട്ട സഹോദരിയും നേപ്പാൾ ദേശീയ ടീം അംഗങ്ങളായിരുന്നു. മുംബൈയിൽ അടുത്തിടെ നടന്ന ഇന്റർനാഷണൽ കപ്പിൽ ഫുട്ബോൾ ആരാധകരോട് ഇന്ത്യൻ ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ ഗ്രൗണ്ടിലെത്തണമെന്ന് സുനിൽ ഛേത്രി സോഷ്യൽ മീഡിയയിലൂടെ അഭ്യർത്ഥിച്ച വീഡിയോ ഏറെ വൈറലായിരുന്നു. ഛേത്രിക്ക് വേണ്ടി ഗ്രൗണ്ടിലെത്തിയ ആരാധകർക്കായി മിന്നുന്ന ഗോളോടുകൂടിയ ജയം സമ്മാനിച്ചുകൊണ്ടാണ് ഛേത്രി തന്റെ പ്രതിഭയ്ക്ക് കയ്യൊപ്പ് ചാർത്തിയത്. ലോകകപ്പ് ഫുട്ബോൾ ആരാധനമൂത്ത് വിവിധ ടീമുകൾക്കായും താരങ്ങൾക്കായും ഫ്ലക്സ് വാറുകൾ തീർക്കുന്നതിനിടയിൽ ഇന്ത്യയുടെ ഗോൾ മെഷീനായ സുനിൽ ഛേത്രിയെയും അഭിമാനപൂർവ്വം ആരാധകർ അവരോധിക്കുന്ന കാഴ്ചകൾ പ്രകടമാണ്. ഒപ്പം ഇന്ത്യ എന്നെങ്കിലും ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുമെന്ന സ്വപ്നവും ഈ ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട്. വേൾഡ് കപ്പ് ഡെസ്ക് TCV. ലോകകപ്പ് ഫുട്ബോൾ ആവേശം പങ്കുവച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്കായി തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ഫുട്സാൽ മത്സരത്തിൽ ദേശാഭിമാനി ടീം ചാമ്പ്യന്മാരായി. വാശിയേറിയ ഫൈനലിൽ മാധ്യമത്തെ 1-3 ഗോളുകൾക്കാണ് ദേശാഭിമാനി പരാജയപ്പെടുത്തിയത്. FC കേരളയുടെ സഹകരണത്തോടെ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ഫുട്സാൽ അരങ്ങേറിയത്. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 14 ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. ഫുട്ബോൾ താരം IM വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര എന്നിവർ ചേർന്നാണ് ഫുട്സാൽ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രഭാത് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി സുരേഷ്, FC കേരള മാനേജർ നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ബുധനാഴ്ച കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ചേംബർ ഓഫ് കൊമേഴ്സ്, അഭിഭാഷകർ, IMA, ലയൺസ് ക്ലബ്, ജില്ലാ പോലീസ് എന്നിവർ അണിനിരക്കുന്ന സൗഹൃദ മത്സരവും ഒരുക്കിയിട്ടുണ്ട്. സമാപന സമ്മേളനത്തിൽ മേയർ അജിത ജയരാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, മുൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ എന്നിവർ പങ്കെടുക്കും. ലോകകപ്പിന്റെ ആരവവും ആവേശവും നിറഞ്ഞ ചരിത്ര മുഹൂർത്തങ്ങളുടെ ചിത്രങ്ങളുമായി പൂപ്പത്തി സോയൂസ് സ്റ്റാർ കൂട്ടായ്മയുടെ ഗാലറി വ്യത്യസ്തമായി. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ ചരിത്രത്തിൽ ഇടം നേടിയ ഗോളുകളുടെയും മിന്നുന്ന പ്രകടനങ്ങളുടെയും കണ്ണുരുട്ടലിന്റെയും അപൂർവ നിമിഷങ്ങൾ ഈ ഗാലറിയിൽ കാണാവുന്നതാണ്. കാൽപന്തിന്റെ രൂപപരിണാമങ്ങളും സ്റ്റാമ്പുകളും ചിത്രങ്ങളിലുണ്ട്. മറഡോണ ദൈവത്തിന്റെ കൈകളാൽ നേടിയ വിവാദ ഗോളിന്റെ ചിത്രമടക്കം ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട 100ഓളം അപൂർവ ചിത്രങ്ങളാണ് ചരിത്ര വഴിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ കേരള ഫുട്ബോളിന്റെയും സുവർണ നിമിഷങ്ങൾ ഗാലറിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ ഗാലറിക്ക് നടുവിൽ സജ്ജമാക്കിയ വലിയ സ്ക്രീനിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആസ്വദിക്കാൻ സ്ത്രീകളടക്കം നിരവധി പേരാണ് കുടുംബവുമൊത്ത് എത്തുന്നത്. വലിയ സ്ക്രീനിൽ എല്ലാ ദിവസവും ഇവിടെ കുട്ടികളും സ്ത്രീകളടക്കമുള്ളവർ കളി കാണാൻ എത്താറുണ്ട്. പിന്നെ ഫുട്ബോൾ കളിക്കാരുടെ പോസ്റ്ററുകളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. 100ഓളം പേർക്ക് കളി കാണാനുള്ള സൗകര്യമാണ് ഗാലറിക്കുള്ളിലുള്ളത്. സ്ത്രീ പങ്കാളിത്തത്തിലും സംഘാടക മികവിലും ജനശ്രദ്ധയാകർഷിച്ച പൂപ്പത്തി സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിന്റെ ആവേശം അവസാനിക്കും മുൻപാണ് ലോകകപ്പിന്റെ ആരവം ഈ ഗ്രാമത്തിൽ പകർന്നിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ജീവിതത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആശയ സംവാദങ്ങളുടെ കളരിയായി ഗ്രന്ഥശാലകൾ മാറണമെന്ന് ചലച്ചിത്രകാരൻ ജോൺ പോൾ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന് ദിശാബോധം നൽകാൻ ഗ്രന്ഥശാലകൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വായന ഇന്ന് വൈവിധ്യമാർന്ന ഒരുപാട് തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം കാലത്തിൻ്റെ ചക്രം ഉരുളുന്നതിനോടനുബന്ധമായി കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. വായ്മൊഴി വഴിയാണ് ഒരുപാട് കൃതികൾ നമ്മൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ താളിയോല ഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മുടെ ഈ അക്ഷരച്ചെപ്പുകളിലെ അറിവിൻ്റെ പൊരുളുകളെ കുറിച്ചു വെച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറി. ജില്ലാ കളക്ടർ TV അനുപമ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KN ഹരി, ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ NR മല്ലിക, PRD മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ K മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലടിയിൽ ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. മാള കുണ്ടൂർ പാറാശ്ശേരി ലോനപ്പന്റെ ഭാര്യ 58 വയസ്സുള്ള ജെസ്സിയാണ് മരിച്ചത്. മകളോടൊപ്പം യാത്ര ചെയ്യവേ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പിന്നിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ഗായത്രിപ്പുഴ ശ്മശാനം കടവിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുത്താമ്പള്ളി തെരുവിൽ പരേതനായ ചന്ദ്രപ്പൻ ചെട്ടിയാരുടെ ഭാര്യ 64 വയസ്സുള്ള വിജയയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,13,00,000 രൂപ അനുവദിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഈ വർഷം തന്നെ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ കുരുങ്ങി തൃശൂർ നഗരം. അക്വാട്ടിക് ലൈനിലും മൈലിപ്പാടത്തും വെള്ളക്കെട്ട് ദുരിതം. അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആക്ഷേപം. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിനെ ചൊല്ലി കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പോർവിളികളുമായി ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ. രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾ നിരത്തിൽ ഭീതി പരത്തുന്നു. റോഡ് നിയമലംഘനത്തിനെതിരെ TCB ന്യൂസ് ക്യാമ്പയിൻ റെഡ് സിഗ്നൽ. മണലിപ്പുഴയുടെ സംരക്ഷണ പദ്ധതികൾ പെരുവഴിയിൽ. പുഴയെ രക്ഷിക്കാനുള്ള പദ്ധതിയുമായി CPM. ചന്ദ്രാപിന്നിയിൽ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് നവവധു മരിച്ചു. അപകടം ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് മുരിങ്ങയില പൊട്ടിക്കുന്നതിനിടെ. ഇന്ത്യൻ കോഫി ഹൗസ് മുൻ ഭരണസമിതിക്കെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ്. കാപ്പിക്കുരു വാങ്ങിയതിലും ക്രമക്കേട് നടന്നതായി ആക്ഷേപം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത് ജ്വല്ലറി, കല്യാൺ ജ്വല്ലേഴ്സ്.